പുരാതനമായ കായംകുളം പള്ളിക്കൽ കളീക്കൽ ദേവീക്ഷേത്രത്തിലെ മകം തിരുനാൾ ഉത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. പുരാതനവും വിളിച്ചാൽ വിളിപ്പുറത്തമ്മ, യക്ഷിയമ്മ എന്നീ പേരിൽ അറിയപ്പെടുന്നതുമായ പള്ളിക്കൽ നടുവിലെ മുറി കളീക്കൽ ദേവീക്ഷേത്രത്തിലെ മകം തിരുനാൾ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ശക്തിസ്വരൂപിണിയും വിളിച്ചാൽ വിളിപ്പുറത്തമ്മയും നാടിന്റെ ഐശ്വര്യദേവതയും ദുഃഖ നിവാരണിയും അനുഗ്രഹപ്രദായിനിയുമായ കളീക്കൽ ദേവിയെ ഐശ്വര്യയക്ഷിയായി കുടിയിരുത്തി ആചരിച്ചു വരുന്ന ക്ഷേത്രമാണ് പള്ളിക്കൽ നടുവിലെ മുറി കളീക്കൽ ദേവീക്ഷേത്രം. രാവിലെ പ്രഭാതവേദി, ഗണപതി ഹോമം, ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം നടന്നു. വൈകിട്ട് പ്രാചീന കലയായ വില്ലടിച്ചാമ്പാട്ട് മാവേലിക്കര പ്രദോഷും സംഘവും കള്ളിയങ്കാട്ട് നീലി എന്ന കഥയെ ആസ്പദമാക്കി അവതരിപ്പിച്ചു. വില്ലടിച്ചാമ്പാട്ട് സമർപ്പിച്ചത് കളീക്കൽ പള്ളിക്കൽ നടുവിൽ ഭഗതും ഭരതും ചേർന്നാണ്. ശേഷം വൈകിട്ട് റാണി ശശികുമാറിന്റെ ഭരതനാട്യം നടന്നു. പ്രശസ്ത സംഗീതജ്ഞനായ കാവാലം ശ്രീകുമാറിന്റെ സംഗീത സദസ്സ് ഭരതനാട്യത്തിന് ശേഷം അരങ്ങേറി. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനും പള്ളിക്കൽ ശ്രീകരി മൃദംഗവും കടനാട് ജി അനന്തകൃഷ്ണൻ ഘടവും വായിച്ച സംഗീത സദസ്സ് കലാ ആസ്വാദകർക്ക് ഒരു വ്യത്യസ്തമായ അനുഭവമായി മാറി. ക്ഷേത്ര ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ലാക്കോട്ടില്ലത്ത് ബ്രഹ്മശ്രീ ശങ്കരൻ പോറ്റി, ക്ഷേത്ര ഉപദേഷ്ടാവ് ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിൽജി, നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് അഞ്ജന ശ്രീഹരി, ക്ഷേത്ര ജ്യോത്സ്യൻ പള്ളിക്കൽ രാംദാസ്, ക്ഷേത്ര മേൽശാന്തി ലാക്കോട്ടില്ലത്ത് ബ്രഹ്മശ്രീ രഞ്ജിത്ത് പോറ്റി എന്നിവർ നേതൃത്വം നൽകി. പത്മവിഭൂഷൺ വരെ നേടിയ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഗുരുവായ ശ്രീ കാവാലം നാരായണ പണിക്കർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ശ്രീ കാവാലം ശ്രീകുമാർ നമ്മുടെ പള്ളിക്കൽ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വലിയ കയ്യടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിക്കണമെന്നറിയിക്കുന്നു. ഈ മഹാസന്നിധിയിൽ വന്ന അദ്ദേഹത്തിന് ഭഗവതി നൽകിയിട്ടുള്ള, ശ്രീരാമചന്ദ്രൻ നൽകിയിട്ടുള്ള, ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയിട്ടുള്ള വരദാനം അല്പസമയം നമ്മോടൊപ്പം പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്നത് വളരെ സന്തോഷദായകമാണ്. അത് മുൻകൂട്ടി കണ്ട ഒരു മഹർഷി തന്നെയാണ് നമ്മുടെ മള്ളിയൂർ തിരുമേനി. 15 വർഷമായപ്പോൾ തന്നെ അദ്ദേഹം രാമകഥാശുകൻ എന്ന എല്ലാ തവണയും പ്രകാശ് അവിടെ അത് പറയാറുണ്ട്. കഴിഞ്ഞ 10-25 വർഷങ്ങളായി അവിടെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ് മള്ളിയൂർ. അത് ജസ്റ്റ് സൂചിപ്പിച്ചതേയുള്ളൂ. അന്ന് കൈതപ്രം തിരുമേനിക്കും ദാസേട്ടനും ഒക്കെ ഒരു പുരസ്കാരം, അത് വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ധന്യ നിമിഷമായിരുന്നു ആ പുരസ്കാരം. മറ്റു പല പുരസ്കാരങ്ങളെക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു പുരസ്കാരം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.